അസ്സലാമു അലൈക്കും. കുറെ ബോധമില്ലാത്ത സ്ത്രീകൾ അമ്മയാണെന്ന് പറഞ്ഞ് നടക്കുക. അമ്മമാർക്ക് പോലും ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി. അതായത് അമ്മ കുഞ്ഞ് ബന്ധത്തിന് ഒരു സത്യമുണ്ട്. അതെപ്പോഴും എല്ലാ ബന്ധത്തിനെ അപേക്ഷിച്ചും കുറച്ച് സ്പെഷ്യലാണ് അല്ലെ? അത് കുറെ സ്ത്രീകൾ ചേർന്ന്, ചീപ്പായ കുറച്ച് സ്ത്രീകൾ ചേർന്ന് അത് നശിപ്പിച്ചു കളഞ്ഞു. അതായത് ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് കഷ്ടപ്പെട്ട് പ്രസവിച്ച് അവസാനം ഒരു വേസ്റ്റ് കോട്ടയ്ക്കൊട്ടെ തള്ളുന്നു, വലിച്ചെറിയുന്നു. അതാണ് ഞാൻ പറയുന്നത്, ബോധമില്ല. നിങ്ങൾ ഏത് സമയവും കുറ്റപ്പെടുത്തുന്ന, കളിയാക്കുന്ന അല്ലെങ്കിൽ നിഷേധിക്കുന്ന ഒരു കാര്യമാണ് മതം. ശരിയല്ല ഞാൻ പറഞ്ഞത്? മതം അങ്ങനെയാണ്, മതം ഇങ്ങനെയാണ് എന്ന് പറയുന്ന ടീംസ് ആണ് പലരും. എന്നാ ഈ മതം എന്താണ് ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ? നോക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് മതമല്ല പ്രശ്നം, പിന്നെ ആരാണ് പ്രശ്നം? മനുഷ്യരാണ് പ്രശ്നം. അധ്യായം 17 ഭാഗം 15. ചില അധാർമിക നടപടികളെ കുറിച്ച് താക്കീത്. ദാരിദ്ര്യം ഭയന്ന് സ്വസന്താനങ്ങളെ നിങ്ങൾ കൊന്നുകളയരുത്. അവർക്കും നിങ്ങൾക്കും ആഹാരം നൽകുന്നത് നാമാണ്. അവരെ കൊല്ലുന്നത് ഗൗരവമേറിയ കുറ്റമാകുന്നു. നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കുക പോലും അരുത്. അത് നീചകൃത്യവും ദുഷിച്ച മാർഗവുമാകുന്നു. ഇത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ചുമ്മാ കാണാൻ വേണ്ടിയല്ല. ഇതിൽ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്ത് കുറ്റമാണെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറ്റമാണെന്ന് തന്നെയാണ് അർത്ഥം. അതുപോലെ തന്നെ പഠിച്ചോൾ ഖുറാനില് ഒരു കാര്യം റിപ്പീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. എന്താണത്? അല്ലാഹ് ശിക്ഷിക്കുന്നവനാണെന്നുള്ളത് അല്ലെ? അതോടെ ചുമ്മാ പറയുന്നതാണോ വിചാരം? അതായത് നമ്മുടെയൊക്കെ ഒരു വിചാരമുണ്ട്, എന്താണെന്നറിയോ? റബ്ബില്ല, എന്ത് തെറ്റ് ചെയ്താലും പഠിച്ചോ ഒന്നും ചെയ്യില്ല എന്നുള്ള ധാരണ, ചിന്താഗതി. അതാണ് പലരെയും മോശ പ്രവർത്തികൾ ചെയ്യിക്കുന്നത്. ചില മനുഷ്യരുണ്ട്, ഏത് പഠിച്ചോ, എവിടെ പഠിച്ചോ, ആരുടെ പഠിച്ചോ, ഒരു പഠിച്ചോനും ഇല്ല, ശിഷ്ട ഒരു പഠിച്ചോനും പറ്റില്ല, ഇനിയിപ്പോ വന്നാലും എനിക്കൊരു ചുക്കുമില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസ് ആണ് പലരും ചെയ്യിപ്പിക്കുന്നത്. ഒരിക്കൽ ഈ ഓവർ കോൺഫിഡൻസ് ഒക്കെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു ദിവസം ഉണ്ടായിരിക്കും. ഈ ദുഷിച്ച പ്രവർത്തികൾ ചെയ്യുന്നത് ചിലപ്പോൾ ദാരിദ്ര്യം ഭയന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഭാരമാണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം, അത് ഒറ്റപ്പെട്ടു പോയതിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടിയായിരിക്കാം. എന്താണ് നിങ്ങളുടെ ഇന്റൻഷൻ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ കുഞ്ഞുങ്ങൾ അനുഭവിച്ച വേദന ഡബിൾ ഇരട്ടിയായിട്ട് തിരിച്ചു തരാൻ റബ്ബിനറിയാം. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാം, പടച്ചോട് ഫൈറ്റ് ചെയ്തത് തോറ്റുപോകും. പടച്ചോൻ തന്ന ജീവനെ നിങ്ങൾ നശിപ്പിച്ചു കളയുന്നു. അത് എവിടുത്തെ മര്യാദയാ? അതിന് യാതൊരു അർഹതയും നമുക്കില്ല. പടച്ചോൻ ജീവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ റബ്ബിനറിയാം. അത് റബ്ബിന്റെ പണിയാണ്. നമ്മൾ ആരും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല.